നമസ്കാരം. മീനിങ്ങിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇത്രയും ദിവസമായിട്ട് നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ സെയിൽസും മാർക്കറ്റിങ്ങും സെയിൽസ് ടിപ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയം സക്സസ്സിനെ കുറിച്ചാണ്. സക്സസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളിലും പലതരത്തിലും സക്സസ് ഉണ്ട്. സക്സസ് ഈസ് നോട്ട് എ ഡെസ്റ്റിനി, ഇറ്റ്സ് എ ജേണി എന്നാണ് അറിവില്ല ആൾക്കാരിലും പറഞ്ഞിട്ടുള്ളത്. ഇത് സക്സസ് എന്ന് പറഞ്ഞാൽ ഒരു യാത്രയാണ്, വിജയത്തിൻ്റെ ഒരു യാത്രയാണ്. അതിൻ്റെ ഒരു അവസാനമില്ല. അവസാനം എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, മരണം അല്ലേ എന്നതാണ്. അപ്പോൾ ഇന്ന് സക്സസ് എങ്ങനെ ഉണ്ടാകുന്നു? ചില ആൾക്കാർ പറയും ലക്ക് കൊണ്ടാണ്. ശരിയാണ്, ലക്ക് കൊണ്ട് സക്സസ് ഉണ്ടാവും, സ്ട്രാറ്റജി കൊണ്ടും സക്സസ് ഉണ്ടാവും. ശരിക്കും ലക്ക് എന്ന് പറയുന്നത് ഉണ്ടോ? എൻ്റെ ഒരു അനുമാനത്തിൽ ലക്ക് എന്ന് പറയുന്നത് ഇല്ല. അപ്പോൾ ചില ആൾക്കാർ വാഗ്വാദത്തിൽ ചോദിക്കും, ലോട്ടറി അടിച്ചിട്ട് ലക്ക് ഉണ്ടാവില്ലേ? എൻ്റെ ഒരു അറിവ് പ്രകാരം ലോട്ടറി അടിച്ച് 99% ആൾക്കാരും അത് കഴിഞ്ഞിട്ട് ഒരു 5 വർഷം കഴിഞ്ഞിട്ട് അവരുടെ പിന്നാമ്പുറത്തേക്ക് പോയി അന്വേഷിച്ചാൽ അവർ വീണ്ടും ദരിദ്രനായിട്ടാണ് ഉണ്ടാവുക. അതായത് ശരിക്കും ധനികൻ്റെ മകൻ ധാരാളിയാകും, ധാരാളിയുടെ മകൻ ദരിദ്രനാകും, ദരിദ്രൻ്റെ മകൻ പിശുക്കനാകും, പിശുക്കൻ്റെ മകൻ ധനികനാകും. ഇതൊരു സർക്കിളാണ്. ഇങ്ങനെ സൈക്ലിങ് നടക്കും. ഓരോ തവണയും ഇങ്ങനെ മാറി മാറി വരും. യഥാർത്ഥത്തിൽ സക്സസ് എന്ന് പറയുന്ന സമയത്ത് അതൊരു സ്ട്രാറ്റജിക്കായിട്ടുള്ളൊരു സക്സസ് ആയിരിക്കണം, സ്ട്രാറ്റജി ബേസ്ഡ് ആയിരിക്കണം. അതായത് നമ്മളെ സക്സസ് എന്ന് പറയുന്നത് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതായിരിക്കണം, നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതായിരിക്കണം. അല്ലാതെ ഈ ലക്കിലൂടെ വരുന്ന സക്സസ് എപ്പോഴും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല സാധ്യതയില്ല. ഇത് സ്ട്രാറ്റജിക്കായിട്ടുള്ള നമ്മൾ ഡിസൈൻ ചെയ്യുന്ന, നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ഒരു സക്സസ്, അതാണ് എപ്പോഴും നമുക്ക് ഉയർച്ചയിലേക്ക് എത്താൻ പറ്റുക. അതാണ് യഥാർത്ഥ വിജയം. അങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ ബുദ്ധിമുട്ടി നേടുന്ന സക്സസ് അത് ഭയങ്കര ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, നമുക്ക് സന്തോഷം നൽകുന്ന, സംതൃപ്തി നൽകുന്ന ഒരു കാര്യമായിരിക്കും. എല്ലാവർക്കും ഒരു സ്ട്രാറ്റജിക്കായിട്ടുള്ള, നമ്മൾ ഡിസൈൻ ചെയ്യുന്ന, നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ഒരു സക്സസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ സർവശക്തനായ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.